സാർ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ സംസ്ഥാന പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാറേ, ഈ നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ചതു മുതൽ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്ന ആളാണ്. നിരവധി കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ സാറ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇപ്പോൾ സാറിന്റെ ആ ലൈനിലോട്ട് തന്നെ മഞ്ജുഷയും വന്നിട്ടുണ്ട്, നവീൻ ബാബുവിന്റെ ഭാര്യ. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി ഒരു പ്രസക്തമായ ചോദ്യം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, കൊലപാതകം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്, അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന് പറയുന്നതിൽ പ്രതി രാഷ്ട്രീയ നേതാവ് ആണ് എന്നതിൽ ഉപരി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും കോടതി ചോദിച്ചു എന്നാണ് പറയുന്നത്. സാറ് ഈ കേസ് CBIയിലേക്ക് വിടുകയാണെങ്കിൽ കൊലപാതകമാണ് എന്ന് ആരോപിക്കാൻ അല്ലെങ്കിൽ കൊലപാതകമാണ് എന്ന് സംശയിക്കാൻ എന്ത് എവിഡൻസ് ആണുള്ളത്? അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതും അങ്ങനെയല്ല. ഹൈക്കോടതി പറഞ്ഞത് ഇത് ഒരു ആത്മഹത്യയാണെന്ന് പറഞ്ഞല്ലേ കേസ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഹൈക്കോടതി അത് ചോദിച്ചത്. കാരണം അത് 306 IPC അല്ലെങ്കിൽ 108 BNS എന്ന് പറയുന്നത് പ്രേരണ കുറ്റമാണ്. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചെന്നുള്ള ആ വകുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം കോടതി ആത്മഹത്യയാണ് എന്നാണല്ലോ ഇതുവരെ പറഞ്ഞതെന്നുള്ള അർത്ഥത്തിലാണ് എന്തുകൊണ്ടാണ് കൊലപാതകം എന്നുള്ള ആ ഒരു സംശയം ഇപ്പം ചോദിക്കുന്നത് എന്താണ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഹൈക്കോടതി അത് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് ചില കാര്യത്തിൽ ക്ലാരിറ്റി ഇനിയും വരാനുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ തുടക്കം മുതൽ ഞാൻ സംശയം ഉന്നയിക്കുന്നത്. കാരണം ആത്മഹത്യ ചെയ്യുമെന്നൊരു പ്രതീക്ഷയില്ലാത്ത വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് ആ സെൻഡ് ഓഫ് സമയത്ത് അവമാനിച്ചും ഇപ്പം ആ വേദന കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇതുവരെ പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയത്. പക്ഷേ ആ സ്റ്റേജ് കഴിഞ്ഞ് അദ്ദേഹം ആ മുറി വിട്ട് താക്കോല് ഡ്രൈവറെ ഏൽപ്പിച്ച് ബാഗുമായിട്ട് 8:50 ട്രെയിന് പോകാൻ പോയി. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള മുനീശ്വർ കോവിലിൻ്റെ അവിടെ വെച്ച് അദ്ദേഹം ഇറങ്ങി എന്നാണ് ആ ഡ്രൈവർ പറയുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് വളരെ ദുരൂഹമാണ്. പിന്നെ സംഭവിച്ച കാര്യത്തെപ്പറ്റി ഒരു വ്യക്തത ഇതുവരെ ഇല്ല. കാരണം വീട് വിട്ട് അല്ലെങ്കിൽ മുറി പൂട്ടി ഏൽപ്പിച്ച് പോയ ഒരു മനുഷ്യൻ ഭാര്യയും മക്കളും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാൻ പറഞ്ഞ് 5 മണിക്ക് ഞാൻ അവിടെ എത്തും. അപ്പം അത് ആ വീട്ടുകാരെ വിളിച്ചറിയിക്കുന്ന സമയം വരെ ആത്മഹത്യയുടെ ഒരു ലാഞ്ചന പോലും ഇല്ല. അതേസമയത്ത് പിന്നീടുള്ള കാര്യം ദുരൂഹമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇദ്ദേഹം ഇയാൾ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ വീട് പൂട്ടിപ്പോയ വീടിനകത്ത് വന്നത്? അതേപ്പറ്റി ക്ലാരിറ്റി വേണം. പോലീസ് അത് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ആരുടെ കൂടെ ഇങ്ങനെ വന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഓട്ടോ പിടിച്ച് വന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ അടഞ്ഞു കിടന്ന വീട്ടിൽ കയറിയത്? അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെ സാറ് ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനും അത്തരത്തിലുള്ള സംശയങ്ങൾ വന്നു കാണുമല്ലോ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ അതേക്കുറിച്ച് ലാസ്റ്റ് വിളിച്ചത് ആരാണ് വീട് തുറന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കാതിരുന്നത്? ഒരുപക്ഷെ അന്വേഷിച്ചിട്ടുണ്ടാവുമോ? അന്വേഷിക്കാനുള്ള സാധ്യതയില്ല. കാരണം അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. അത് വെളിയെ ആരും, അത് ചെയ്തവരാരും പറയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പൂട്ടിയിട്ട് പോയ മുറി ആര് തുറന്നു? അത് ഇദ്ദേഹം തന്നെ തുറന്നു, അത് വെളിയിൽ നിന്ന് വന്നവർ തുറന്നു. പിന്നെ അവിടെ ആ മുറി പൂട്ടിപ്പോയ ആളുടെ വീട്ടിനകത്ത് അദ്ദേഹത്തിന് ഒരു പ്ലാസ്റ്റിക് കയറിലാണ് തൂങ്ങി നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അതൊരു നാച്ചുറലായിട്ടുള്ള സൂയിസൈഡ് ആണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ കണ്ടില്ലെങ്കിലും അതിനകത്ത് ചില കാര്യങ്ങൾ വെളിയിൽ വരുന്നുണ്ട്. കാരണം ഒരു തൂങ്ങി നിൽക്കുന്ന ഒരാൾ, ഞാനൊക്കെ എത്രയോ പേരെ തൂങ്ങി നിൽക്കുന്നത് കണ്ടിരിക്കുന്നു, ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. എനിക്കൊന്ന് നല്ലൊരു ശതമാനം ആൾക്കാരുടെ ഞാൻ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, തൂങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ സയൻറ്റിഫിക് ആയിട്ട് അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിവിടെ ഉണ്ടോ? വളരെ പ്രസക്തമായ കാര്യമാണ്. ഒന്ന്, തൂങ്ങി നിൽക്കുന്ന ആള് കഴുത്തിൻ്റെ ഇടതുവശത്താണ് ആ കെട്ടെങ്കിൽ വലതുവശത്തെ കൗളിൻ്റെ ആ വലതുവശ സൈഡിൽ നിന്ന് സലൈവ താഴോട്ട് വരുന്നു. ആ സഫോക്കേഷൻ കൊണ്ട് വായിലുള്ള ആ സലൈവ താഴോട്ട് വരുന്നതാണ്. അത് കെട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ വായുടെ സൈഡിൽ കൂടെ താഴോട്ട് ഒലിച്ച് ഷർട്ടിലിരിക്കുന്ന ഷർട്ടില്ലെങ്കിൽ ദേഹത്തിലെ വസ്ത്രമൊന്നും ഇല്ലെങ്കിൽ ദേഹത്തുണ്ടാവും. ഇത് എല്ലാ സൂയിസൈഡിനും ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മളൊക്കെ ക്ലാസ് എടുത്ത് പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. ഫോറൻസിക്കാർ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഫോറൻസിക് ബുക്സിലൊക്കെ അങ്ങനെയാണ്. മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ മലം വെളിയിൽ പോകും, പ്രഷറുമുണ്ട്, യൂറിൻ പോകും. ഇദ്ദേഹത്തിന് ഇത് പോയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതേസമയത്ത്
അദ്ദേഹത്തിന് സെമൻ പോയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ സാധാരണ ഒരു സൂയിസൈഡിനകത്ത് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇവിടെ അതേപ്പറ്റി ഒന്നും ഇതുവരെ ആരും വെളിയിൽ പറയുന്നില്ല, പോസ്റ്റ്മോർട്ടം വെളിയിൽ കാണിക്കുന്നില്ല, അത് സീക്രട്ടായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് കിടന്ന ഒരാളെ തൂക്കിയതാണോ എന്നൊരു സംശയം വരുന്ന കാര്യം അവിടെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇൻക്വസ്റ്റ് നടത്താൻ സാധാരണഗതിയിൽ ഇൻക്വസ്റ്റിന് ബന്ധുക്കൾ ആരെങ്കിലും വേണം. ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ ബോഡി കണ്ടത് മുതൽ ദുരൂഹമായ ഒട്ടേറെ കാര്യങ്ങൾ നടന്നു എന്ന് വേണം സംശയിക്കാൻ. അതെ, തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കും. കാരണം ഇൻക്വസ്റ്റ് സമയത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയോ അത് ഇത്രയും ദൂരം ആയതുകൊണ്ട് വന്നില്ല, പിടിച്ചില്ല എന്നൊക്കെ അവർ പറയുമായിരിക്കും. അദ്ദേഹത്തിന്റെ അടുപ്പക്കാരന് ആരുണ്ട് എന്ന് നോക്കണം. അത് അവർ അന്വേഷിച്ച് അറിയാമല്ലോ. കളക്ടർ അല്ലാത്ത അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുന്ന ഒരാൾ, ഏറ്റവും അടുപ്പവും സ്നേഹമുള്ള അവരെ വിളിച്ചു വരുത്തണം. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ബോഡി കണ്ടാൽ അവരെ പറയുള്ളൂ. മറ്റേ എതിർകക്ഷികളിൽ അല്ലെങ്കിൽ ഇപ്പം ആരോപണം ഏറ്റുവാങ്ങി നിൽക്കുന്ന ആൾക്കാരെ ആരെങ്കിലും നിന്നാൽ അവരെ സപ്പോർട്ട് ചെയ്തേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഇൻക്വസ്റ്റ് സമയത്ത് കൃത്യമായിട്ട് ബന്ധുജനങ്ങൾ, അദ്ദേഹത്തിന്റെ അടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ മക്കള്, അല്ലെങ്കിൽ ഭാര്യ, അങ്ങനെയുള്ള ആൾക്കാർ അടുത്ത് വേണം എന്ന് പറയുന്നത്. കാരണം ബോഡി കാണുമ്പോൾ എന്തെങ്കിലും സംശയം അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറയണം. അത് പോലീസ് ഇൻക്വസ്റ്റ് റെക്കോർഡ് ചെയ്യണമെന്നുള്ളതാണ്. അതിവിടെ നടന്നിട്ടില്ല. ഓക്കെ, ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെ ഇൻക്വസ്റ്റ് നടത്തിയിട്ടുണ്ടോ ഇതിനു മുൻപ്? ഉണ്ട്, ഒത്തിരി നടന്നിട്ടുണ്ട്. ഓക്കെ, ധാരാളം നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പിന്നീട് ചില മർഡറുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഒരാളെ ഒരു തൃശ്ശൂർ ഒരു റിപ്പോർട്ടർ കേസ്, അത് ഞാൻ തന്നെ അന്ന് അത് പറഞ്ഞ് സൂക്ഷിക്കണോ അത് എന്ന് പറഞ്ഞു അതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവിടെ ആള് മരിച്ചു. രാവിലെ പത്രം വായിച്ചുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ആ വായന ഒരു 7-8 മണിയായപ്പം പത്രം വായിച്ചിരുന്ന ആൾ കുഴഞ്ഞു വീണു, മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആണെന്ന്. എന്തായാലും വീട്ടിൽ ഇരുന്ന് മരിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തില്ല, അന്നേരം ചെയ്തില്ല. അവിടെ ഒരു കർമ്മം സാധാരണഗതിയിൽ ഈ ഡെഡ് ബോഡി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പ്രേതം കഴുകും. അവർ കഴുകിയപ്പം ചെസ്റ്റിൻ്റെ അടിയിൽ ചെറിയ പൊട്ടുപോലെ ഒരു ബ്ലഡ് സ്റ്റെയിൻ്റെ ഒരു ചെറിയ പൊട്ട്. അപ്പോൾ അവർ കഴുകി നോക്കിക്കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഒരു പെല്ലറ്റ് പോയിരിക്കുകയാണ്. മർഡറായില്ലേ? അടുത്ത വീട്ടിലെ ആള് തോക്കെടുത്ത് പ്രാക്ടീസ് ചെയ്തതാണ്. പത്രം വായിച്ചത് അത് ഇവിടെ വന്ന് തറച്ചു കയറി. അതെന്തുകൊണ്ടാണ് കണ്ടുപിടിച്ചത്? ആ ഡെഡ് ബോഡി ആ പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ അത് കഴുകും. ഡെഡ് ബോഡി കഴുകി ആ ഡെഡ് ബോഡിക്ക് നല്ല ഡ്രസ്സ് ധരിപ്പിച്ച് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ കണ്ടുപിടുത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ അന്ന് മുതൽ ഡെഡ് ബോഡി കഴുകുന്നതിന് എതിര് നിന്ന ആള് എൻ്റെ മനസ്സ് മാറി. കാരണം അതുകൊണ്ടാണ് അത് കണ്ടുപിടിച്ചത്. അത് വീട്ടുകാർക്കേ കാണാൻ ഒക്കുള്ളൂ. ഒരു മറവ് ഉണ്ടെങ്കിൽ അത് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മക്കൾക്ക് അറിയാം, അച്ഛൻ്റെ നെഞ്ചിൽ ഇന്ന ഭാഗത്ത് മറവുണ്ട്. ചീഞ്ഞഴുകി മൃതദേഹം ആ മറവില്ലെങ്കിൽ ഇത് അച്ഛൻ്റെ അല്ല എന്ന് പറയും. ഇങ്ങനെയുള്ള ഒപ്പീനിയനാണ് ഇൻക്വസ്റ്റ് വേണ്ടത്. അതിന്റെ അവസരം കളഞ്ഞു. കഴിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിലും ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്നാണ്. പക്ഷെ അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി എന്ന് പറയിൽ തന്നെ വീണ്ടും ദുരൂഹതയുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ അതിനു മുമ്പ് വീട്ടുകാര് ഡെഡ് ബോഡി കാണണം. അത് പോസ്റ്റ്മോർട്ടം വെട്ടിക്കീറി കഴിയുമ്പോൾ കാണുന്ന പോലെ അല്ലാതെ കാണുന്നത്. അദ്ദേഹത്തിന്റെ ആ മോർച്ചറി കിടക്കുന്ന കംപ്ലീറ്റ് അൺഡ്രസ് ചെയ്ത് തന്നെ കാണും. അതൊക്കെയാണ് നല്ലൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യിക്കുന്നത്. അങ്ങനെയാണ്. മറ്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. നമ്മളൊക്കെ അത് കൃത്യം ചെയ്യും. കാരണം നമുക്ക് വേറെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ അതിന്റെ അവസരവും പോയി. അതുകൊണ്ടാണ് ആ രണ്ട് കാര്യത്തിനും ശക്തമായിട്ട് എതിർക്കുന്നത്. കാരണം അത് നമ്മുടെ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ പഠിച്ചിട്ടുള്ള എല്ലാ ഓഫീസർക്കും അതറിയാം. അതിന് വിരുദ്ധമായി ഏതെങ്കിലും ഓഫീസർ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, അയാളെ പ്രതിയാക്കണമെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് അത്ര തറപ്പിച്ച് പറയുന്നതിന്റെ കാരണം. അപ്പൊ ഈ രണ്ട് കാര്യത്തിന് വീട്ടുകാരുടെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. അവിടെ നമുക്ക് ഡൗട്ടാണ്. വാതിൽ ചവിട്ടി തുറന്ന ആര് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് എല്ലാ കാര്യത്തിലും ലാപ്ടോപ്പിൽ ഇദ്ദേഹം ഒരു പരാതി കിട്ടിയ അപ്പളെ റിപ്ലൈ ചെയ്യും. അത് വീട്ടിൽ ഭാര്യയും മക്കളും പറഞ്ഞു വീട്ടിൽ വന്ന് രാത്രി ഇരുന്ന് ഇത് തന്നെ പറയുന്നു. കാരണം അപ്പം മെസ്സേജ് അല്ലെങ്കിൽ പെറ്റീഷൻ വന്നിട്ടുണ്ട്, മെസ്സേജ് ഉണ്ടെങ്കിൽ അതിനും അപ്പളെ പാർട്ടിക്ക് മെസ്സേജ് കൊടുക്കും ലാപ്ടോപ്പിൽ. ഇത് അദ്ദേഹത്തിന്റെ ഒരു ഹാബിറ്റാണ്. അങ്ങനെയുള്ള മനുഷ്യൻ മക്കളും ഭാര്യയും റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ അതിന് വിരുദ്ധമായി സൂയിസൈഡ് ചെയ്യാനാണെങ്കിൽ അതുങ്ങൾ എന്തിനാണ് ഞാൻ ആത്മഹത്യ ചെയ്യാണ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തേണ്ട ആവശ്യം എന്ത്? അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. അത് ആ നല്ല മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുള്ളൂ. അത് അങ്ങനെ ചിന്തിക്കുന്ന ആളാണെന്ന് ഞാൻ കരുതുന്നത്. അപ്പൊ അവിടെയും തെറ്റുപറ്റി. അത് ഇതൊരു ദുരൂഹ മരണമാണെന്ന് പറയുന്നതിന്റെ കാരണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ നവീൻ ബാബുവിനെ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നു.
തുടക്കം മുതലേ പറയുന്നു ഇതൊരു ആത്മഹത്യ ആണ് എന്ന്. പോലീസും അതേ ലൈനിലേക്ക് എത്തിയത് എന്തുകൊണ്ടാവാം? ആത്മഹത്യ, സാറ് പറയുന്ന പോലെ ആത്മഹത്യക്കുറിപ്പ് ഒരു പക്ഷേ ഉണ്ടാവാം, അതാരെങ്കിലും എടുത്ത് മാറ്റിയതാവാം, ഒരു പക്ഷേ ഇല്ലായിരിക്കാം. ഇതൊന്നുമില്ലാതെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് തുടക്കം മുതലേ ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്? അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കുഴപ്പം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതുവരെ പറയുന്നില്ലല്ലോ ആരാണ് ആ വാതിൽ, പൂട്ടിക്കിടന്ന വാതിൽ എങ്ങനെ തുറന്നു പോലീസ് പറയണ്ടേ? പബ്ലിക് ഇൻട്രസ്റ്റിലെങ്കിലും പറയണ്ടേ? അത് ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും എല്ലാവരും ഈ കാര്യത്തിൽ പോലീസിന് എതിര് വരാൻ കാരണം അത് പറയുന്നതിന് എന്താ കുഴപ്പം? പോലീസ് പറയട്ടെ, അത് ഞങ്ങളാണ് തുറന്നതെന്നും ഞങ്ങളാണ് അതിൻ്റെ അത് ആദ്യം കണ്ടതെന്ന് പറയട്ടെ. പറയുന്നില്ലല്ലോ. ആ പറയുന്ന ആള് ആ എവിഡൻസ് നശിപ്പിച്ച സമാനം പറയേണ്ടി വരും. അതിനകത്ത് അതിന് ലെറ്റർ ഉണ്ടെങ്കിൽ ഇയാൾ ആരും പറയാതെ പബ്ലിക് ഇല്ല ഇതൊരു പബ്ലിക് എൻക്വയറിയാണ്. പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുഴുവൻ പബ്ലിക് എൻക്വയറിയാണ്. അതിനകത്ത് എല്ലാവർക്കും റൈറ്റ് ഉണ്ട്. ഒരാളുടെ മരണത്തിൽ വീട്ടുകാർ വേണമെന്നില്ല, പബ്ലിക്കിന് തന്നെ ആ മരണത്തിൽ സംശയം ഉണ്ടെന്ന് പറയാം. അതൊന്ന്. രണ്ടാമത്, ആരും പറഞ്ഞില്ല സോമോട്ടോ ആയിട്ട് കേസെടുക്കാൻ ബാധ്യസ്ഥരാണ് SHO. പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന പോലീസാണ്. അത് വീട്ടുകാർ പറയണമെന്നില്ല. ഒരു മരണം ഒരിടത്ത് നടന്ന് വീട്ടുകാർ കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ SHO ആണ്, എനിക്ക് കംപ്ലൈന്റ് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്, ഞാൻ സോമോട്ടോ ആയിട്ട് കേസ് എടുക്കും. അതാണ് ഇന്ത്യയിലെ നിയമം. അതിന് വിരുദ്ധമായി ചില പോലീസ് ഓഫീസർ കാണിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. ഇവിടെ ഒരു SHO, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പ്രതിക്കൊളത്തി വരുന്നത്. അങ്ങനെ അവരുടെ ഒപ്പം ഇരുന്ന അവിടുത്തെ ജില്ലാ കളക്ടറുണ്ട്. അയാളും ഇതിനകത്ത് സംശയത്തിന് നിഴലിലാണ്. അപ്പോൾ ഒരു ജൂനിയറായ ഒരു സബ് ഇൻസ്പെക്ടർ അന്വേഷിച്ചാൽ മതിയോ? ഒരു സീനിയർ DYSP വരണ്ടേ? ഒരു സബ് ഡിവിഷണൽ ഓഫീസർ റാങ്കുള്ള ആൾ വരണം. കാരണം കളക്ടറൊക്കെ സംശയത്തിന് നിഴലിലാണ്. അതിന് ഇന്ന് വരെ ആ DGP അവിടുത്തെ ADGP തയ്യാറായില്ല. അവർക്കൊക്കെ എന്താ പണി? പിന്നെ അവിടെ സൂപ്പർവൈസർ ഓഫീസേഴ്സാണ്. അവിടെ ഒളിച്ചും പാത്തും ഇരുന്ന് സർക്കാരിനെ സേവിക്കാണെന്ന് പറഞ്ഞ് ഓരോ പക്ഷം ചേർന്നിരിക്കാനുള്ളവന്മാരല്ലത്. അവരുടെ ജോലി ചെയ്തില്ല. അതുകൊണ്ട് DGPയും ചെയ്തില്ല, ADGPയും ചെയ്തില്ല, IG-യും ചെയ്തില്ല, DIG-യും ചെയ്തില്ല. അവിടുത്തെ SP ഉണ്ടായിരുന്നല്ലോ, അങ്ങേർക്ക് വേറെ DYSP ഇൻട്രസ്റ്റ് ചെയ്യായിരുന്നല്ലോ കേസ്. അപ്പൊ അതിനോടൊക്കെ നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഏറ്റവും പ്രധാന കാരണം PP ദിവ്യയുടെ പ്രസംഗമാണ്. 2 ദിവസത്തിനുള്ളിൽ കാണിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് PP ദിവ്യ പോകുന്നത്. ആ ദിവ്യയുടെ പ്രസംഗം മൂലം എത്ര മനോവിഷമം ഉണ്ടായി കഴിഞ്ഞാലും നവീൻ ബാബു ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത സാറ് കാണുന്നുണ്ടോ? അതോ ഇതിനുശേഷം ഈ പ്രസംഗത്തിനെയും നവീൻ ബാബു മരിച്ചു എന്ന് കരുതപ്പെടുന്ന ടൈമിന്റെയും ഇടയിൽ മറ്റെന്തെങ്കിലും ഇതിനേക്കാൾ നിർണായകമായ എന്തെങ്കിലും സംഭാഷണങ്ങളോ മറ്റെന്തെങ്കിലും സംഭവങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത സാറ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അത് കൂടുതലാണ്, സാധ്യത കൂടുതലാണ്. കാരണം നവീൻ ബാബുവിനെ അവഹേളിച്ചു ആ സ്റ്റേജിലിരുന്ന് വിളിക്കപ്പെടാത്ത ആ ദിവ്യ അവിടെ വന്ന് അദ്ദേഹത്തിന് എതിരായിട്ട് പറഞ്ഞു. ആ മനോവിഷമം ഉള്ള വ്യക്തി അവിടുന്ന് യാത്രയപ്പ് കഴിഞ്ഞ് മുറിയിൽ പോയി വെളുപ്പിനെ 4:30 തൂങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ ആ മനോവിഷം ഉണ്ടെങ്കിൽ ആ മനോവിഷം കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷെ അന്നേരം ആത്മഹത്യ ചെയ്യാൻ തോന്നിയാൽ അവിടെ ആ മുറി ചെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യണം. അത് ചെയ്തില്ല. അതിന് പകരം ആ സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. നമ്മൾ അങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്. അദ്ദേഹം ബാഗ് എടുത്തുകൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അപ്പൊ ആത്മഹത്യ പ്രവണത ഇല്ല, അതുവരെ ഇല്ല. പിന്നെ എപ്പോഴാണ് ആത്മഹത്യ? അവിടെ ഡൗട്ട്ഫുൾ ആണത്. അദ്ദേഹം ആ സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു. അന്നേരം മനോവിഷം ഉണ്ടെന്ന് ഒരാൾ പെട്ടെന്ന് ഇതുപോലെ വീടുകളിൽ പ്രശ്നം ഉണ്ടായെങ്കിൽ കൊച്ചുകുട്ടികളായാലും വലിയവരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന നമുക്ക് കാണാം. അന്നേരം ആത്മഹത്യ ചെയ്യും. അതാണ് നമ്മൾ സർക്കാരിന്റെ അവിടെ ഇവിടെ ആത്മഹത്യ പ്രവണതയുള്ളവർ ഇന്ന നമ്പർ വിളിക്കുക. ആ സ്റ്റേജ് അങ്ങ് മാറ്റി വിടുകയാണ്. ആ സ്റ്റേജ് മാറ്റിക്കഴിഞ്ഞാൽ ചെയ്യത്തില്ല. അന്നേരം തോന്നുന്ന വികാരം അത് അങ്ങനെയല്ല. അത് അന്നേരം ആരെങ്കിലും ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ എടാ നീ അതിന് പോകരുത്. എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് ഗൾഫിൽ നിന്ന് ഒരു കുടുംബം വിളിച്ചു. ഭാര്യയും ഭർത്താവും, സാറേ ഞങ്ങൾ ആകത്താറുന്നു, ഞങ്ങൾ സാറിനെ കണ്ടിട്ടില്ല എങ്കിലും സാറിന്റെ ഇതെല്ലാം കേട്ടോണ്ടായിരിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യാം. ഞാൻ പറഞ്ഞിടാ നിനക്ക് ഞാനുണ്ടല്ലോ, നീ എന്നെ വിളിച്ചല്ലോ, നിനക്ക് ഞാനുണ്ട്, നിങ്ങളുണ്ടെങ്കിൽ കയറിപ്പോരെ, ഒരു പ്രശ്നമില്ല. ഇന്ന് വരെ ചെയ്തിട്ടില്ല, സുഖമായിട്ട് തിരുവനന്തപുരത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോ അത് ആ ഒരു സമയത്ത് ആ പ്രവണത ഉള്ള അതങ്ങ് മാറും. ഇവിടെ അവർ പ്രസംഗിച്ച ഉടനെ വന്നിട്ടുണ്ടാവും, മുറിയിൽ പോയിട്ട് ചെയ്യാൻ സമയമുണ്ട്, ചെയ്തില്ല. അതിന് പകരം ബാഗ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി. അപ്പൊ ആ ഭാഗത്തൊക്കെ ഇനി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരെന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കത്തില്ല. അവിടെയാണ് നമ്മൾ ഓരോ കമ്പാർട്ട്മെന്റ് ആയിട്ട് വെക്കുന്ന കാര്യം. കാരണം അത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് വന്നു പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എത്ര വെളുപ്പാങ്കാലം 4:30 എങ്ങാണ്ട് ആത്മഹത്യ ചെയ്തെന്നുള്ള രീതിയിലാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത്. കാരണം ടൈം ഓഫ് ഡെത്ത് ഏകദേശം പറഞ്ഞൊരു വെളുപ്പിനെ 4-5 ഇടയ്ക്കെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ നമുക്ക് വലിയ സംശയമാണ്.